ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്കോ ടർമറിക് എന്ന് പറയുന്ന ഈ ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. വീക്കോ ടർമറിക്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് യൂസ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീക്കോ ടർമറിക് വരുന്നത് ഇങ്ങനെയാണ്, ഓറഞ്ച് കളറിൽ ഒരു പാക്കിങ്ങിലാണ്. ഓറഞ്ചും വൈറ്റും ചേർന്നൊരു പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സാൻഡൽവുഡ് ഓയിലിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ആ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി ഗ്ലോയിങ് സ്കിൻ എവറിഡേ സ്കിൻ കെയർ. ഇതൊരു സ്കിൻ കെയർ ആയിട്ടുള്ള ഒരു ആയുർവേദിക് ക്രീമാണ് കേട്ടോ. ഇത് മെയിനായിട്ടൊരു ആയുർവേദിക് മെഡിസിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു ക്രീമിനുണ്ട്. ഈ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പിമ്പിൾസ് വരുന്ന പാടുകൾ, അതുപോലെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും നമുക്കൊരു പരിഹാരം എന്നാ വേണം നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്രീം നമുക്ക് സ്കിന്നിലുണ്ടാകുന്ന സ്കിൻ ഡാമേജ്, അതുപോലെ പൊള്ളലോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതൊക്കെ അവിടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എവരിഡേ എല്ലാ ദിവസവും നമ്മളിത് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിൻ നല്ലൊരു ഗ്ലോ ആവാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിത് നൈറ്റാണ് കുറച്ചുകൂടെ നല്ലത് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒരു ഇതൊന്നുമില്ല. നമുക്ക് രാവിലെ നമുക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫേസ് തന്നെ നല്ലൊരു ഇതായിട്ടിരിക്കും. അപ്പോൾ രാത്രി നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ രാത്രി ഇതിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ടിട്ട് വേണം കഴുകാൻ, അത് ഇട്ടിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണോ അതായിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതിട്ടിട്ട് നമ്മൾ കിടക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉറപ്പായിട്ട് യൂസ് ചെയ്യണം. കാരണം ഇതിൻ്റെ അകത്ത് ടെർമറിക് ആഡഡ് ആണ്. അപ്പോൾ ടെർമറിക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിട്ടിട്ട് നമ്മൾ പുറത്ത് വെയിലൊക്കെ കൊള്ളുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇട്ടതിനൊക്കെ വളരെയധികം ഒരു ഫലം നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടി കരിവാളിച്ചിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു വീക്കോ ടർമറിക്കിൻ്റെ ക്രീം യൂസ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന സാൻഡൽവുഡ് ഓയിലും കൂടിയാണ്. അപ്പോൾ നമുക്കിത് ഈ സാൻഡൽവുഡ് ഓയിൽ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിൻകാർക്കായിരിക്കും ഇത് കുറച്ചുകൂടി നല്ലത്. പിന്നെ WSOൻ്റെ ഈ ഒരു ക്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ പലപ്പോഴും എല്ലാവരും വിചാരിക്കും ഇതാണ് വീക്കോ ടർമറിക് ക്രീം, ഇത് ഈ ഒരു ക്രീമിനെ കുറിച്ചാണ് എല്ലാവരും ഇത് വാങ്ങിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്ക് ഏതാണെന്ന് ചിലപ്പോൾ അറിയാതെ അവർ ഇത് പോയി വാങ്ങിക്കും. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ഓയിലി ആയിട്ടുള്ള സ്കിൻകാർക്കല്ല ഈ ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായ ആ സ്കിന്നിൽ യൂസ് ചെയ്യും. അപ്പോൾ അവർക്ക് സ്യൂട്ടായിട്ടുള്ള ഒരു ക്രീം അതായിരിക്കും കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിൻകാർക്ക് കുറച്ചുകൂടി നല്ലത് ഈ ഒരു ക്രീമാണ്. ഇപ്പോൾ രാവിലെ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ സൺസ്ക്രീൻ ഇടുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ ഒരു കറ്റാർവാഴയുടെ തന്നെ ജെല്ലൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് മുഖത്തൊക്കെ പെട്ടെന്ന് അങ്ങനെയും ചിലരൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതുപോലെ അപ്പോൾ നമുക്കിതെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്രീമാണ്. നമുക്ക് പണ്ട് മുതലുള്ള ഒരു ക്രീമാണ്. ഇപ്പോഴും അത് ഉണ്ടെങ്കിൽ അതിന് അത്രത്തോളം അത് വാല്യൂ ആൾക്കാർ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ടല്ലേ. കുറച്ചുകൂടി നല്ലതായതുകൊണ്ട് അതിൻ്റെ ബ്രാൻഡ് ഇപ്പോഴും അത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നല്ലതായതുകൊണ്ടായിരിക്കുമല്ലോ നമുക്ക് ഇപ്പോഴും ആൾക്കാർ വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നതും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഞാൻ പറഞ്ഞ പോലെ രാവിലെയും രാത്രിയും നിങ്ങൾ അങ്ങനെ അതുപോലെ യൂസ് ചെയ്യാം. പിന്നെ കൂടുതലായിട്ട് പിന്നത്തെ കാര്യം എന്ന് പറയാനാണെങ്കിൽ നമുക്ക് ടെർമറിക് അലർജി ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരാം. അപ്പം നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ചെവിയുടെ ബാക്ക് സൈഡിലൊക്കെ നമ്മളിട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു 15 ഗ്രാമിൻ്റെ വാങ്ങിച്ചാൽ മതി കേട്ടോ. ആദ്യം വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഇതാകുമ്പോൾ ഏകദേശം എത്ര രൂപയാണെന്ന് അറിയോ? 80 രൂപയാണ് ഉള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു മനസ്സിലാവും. അല്ലാതെ നമ്മൾ പോയി വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസൊക്കെ വരാം. പിന്നെ ഒരുപാട് നിങ്ങളുടെ ഫേസ് ഒന്നും ചീത്തയായി പോകില്ല. കാരണം ഒരുപാട് വില കൂടിയ ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, സ്കിൻ വൈറ്റനിങ് ക്രീമുകളൊക്കെ. അപ്പോൾ അതിൻ്റെ പോലെയൊന്നും ഇത് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉറപ്പായിട്ട് 2
വല്ല പിമ്പിൾസ് വന്ന് അങ്ങനെ പോകുന്നല്ലാതെ അങ്ങനെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്തോളണം. പിന്നെ ഇത് മണം, ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. വളരെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇത് എനിക്കിഷ്ടമാണ്, പക്ഷെ ചിലവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അല്ലേ. ഈ ഒരു സാൻഡലിൻ്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ നല്ല ഒരു മണമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രീം വരുന്നത് ഒരു യെല്ലോ കളറിലൊരു ക്രീമാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഒരു യെല്ലോ ലൈറ്റ് യെല്ലോ കേട്ടോ. അപ്പോൾ നമുക്കിത് ക്രീം യൂസ് ചെയ്യേണ്ടത് നമുക്ക് നല്ലൊരു കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്കിന്നിലൊക്കെ പരത്തുമ്പോൾ തന്നെ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ക്രീമാണ്, പണ്ട് മുതലേ ഉള്ള ക്രീമാണ്. പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് അതിന് റിസൾട്ട് വരുമെന്ന് പറയുന്നു. പക്ഷേ 2 ആഴ്ചയല്ല കേട്ടോ, വളരെ സ്ലോ ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഇതൊരു ആയുർവേദിക് ആയിട്ടൊരു ക്രീമാണ്. അല്ലാതെ മറ്റേ സാധാരണ നമ്മൾ ഈ യൂത്ത് ഫേസ് ക്രീം അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ അതിനകത്ത് ഭയങ്കര കെമിക്കൽ ഉണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലോ ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിലും നല്ല ഒരു ഇതായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് നിർത്തിയെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പം നിങ്ങളിത് യൂസ് ചെയ്തിട്ട് ഞാൻ നിർത്തിയാൽ പിന്നെ കുരു വരും അങ്ങനെയൊന്നുമില്ല കേട്ടോ. കാരണം ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിർത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഡെയിലി എല്ലാ ദിവസവും നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് പതുക്കെ വരുള്ളൂ. പെട്ടെന്ന് നമ്മൾ വെളുത്ത് തുടുക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് അങ്ങനത്തെ ഒരു ക്രീമല്ല കേട്ടോ. അത് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും വാങ്ങിക്കരുത്. നമ്മുടെ മുഖത്തുണ്ട് ഡാർക്ക് സ്പോട്ട്, ചെറിയ ചെറിയ ബ്ലെമിഷസ്, ചെറിയ ഈ കുരുക്കൾ വന്ന പാടുകൾ വാങ്ങിക്കുക. അതൊക്കെ നമുക്കൊന്ന് മാറ്റാനായിട്ട് സ്ലോലി നമുക്ക് ഒന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീം. സ്കിന്നൊക്കെ നല്ല രീതിയിലൊരു ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയ തോതിൽ നമുക്കൊന്ന് കളർ, ഒരുപാടല്ല, ചെറിയ തോതിൽ നമുക്ക് കളർ ചേഞ്ച് നമുക്ക് വരുത്താനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഇപ്പോൾ നിങ്ങൾ WS7-ൻ്റെതാണോ അല്ലെങ്കിൽ ഈ ഒരു സാൻഡൽവുഡ് ഓയിലിൻ്റെ ആണോ യൂസ് ചെയ്തത്, നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിലാക്കി ഇടുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.